സർക്കുലർ മോഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലർ മോഷനെ കുറിച്ച്. എന്താണ് സർക്കുലർ മോഷൻ എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓബ്ജക്റ്റ് ഒരു യൂണിഫോം സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷനിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആക്സിലറേഷനാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞത്. അതായത് എപ്പോഴാണ് when a particle moves along a circle, അതായത് സർക്കിളിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണം ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ, അപ്പോൾ ആ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷനാണ് ഇത് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എ സി എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ എത്രയാണ്? v²/r, അല്ലെങ്കിൽ v = r ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ത് മാറും? r ω² എന്ന് മാറും അല്ലേ? വിക്ക് പകരം നമ്മൾ r ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ r²ω²/r, r ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി r ω². അപ്പോൾ ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് ഇത് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുകയാണ്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ v²/r ആണ്. അത് ഈക്വൽ ടു എത്രയാണ്? r ω². അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് ഏതിലേക്ക് ലീഡ് ചെയ്യുന്നു? ആ ഒബ്ജക്റ്റിനെ സെൻട്രിപീറ്റൽ ആക്സിലറേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുവെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് centripetal force. എന്താണ്? The force acting on the body that leads to centripetal acceleration is called centripetal force. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് അത് ആ ഒബ്ജക്റ്റിന് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഫോഴ്സ് ഏതാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കും. സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എല്ലായ്പ്പോഴും ഡയറക്റ്റഡ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആയിരിക്കും. നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം F = ma ആണ്. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണെങ്കിലോ അവിടുത്തെ മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. മാസ് m ആണെന്നറിയാം. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എത്രയാണ്? v²/r. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? mv²/r, അല്ലെങ്കിൽ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ വരെ നമുക്ക് എന്തെന്ന് നടക്കാം? r ω². നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഇക്വേഷനാണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയാണ്? mv²/r. ഇതാണ് ആ ഒബ്ജക്റ്റിന് എന്ത് കൊടുക്കുന്നത്? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. ഇക്വേഷൻ എത്രയാണ്? mv²/r, അല്ലെങ്കിൽ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈക്വൽ ടു mr ω² എന്ന് കൊടുക്കാം. ഇനി ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം സർക്കുലർ പാത്തിൽ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ അവിടുത്തെ വർദ്ധന എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യണം, ഒരു യൂണിഫോം സ്പീഡിൽ സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 വർക്കാണ്. കാരണം എന്താണ്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും 0 തന്നെയാണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർദ്ധന എന്തായി പോകും? 0 ആയി പോകും. ഇനി അടുത്തത് മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. ഇപ്പോൾ ഒരു സർക്കുലർ ലെവൽ റോഡിലൂടെയുള്ള ഒരു കാറിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ആ സർക്കുലർ പാത്തിൽ വരുമ്പോൾ ആ കാറിന് വേണ്ടുന്ന ഓപ്റ്റിമം സ്പീഡ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സർക്കുലർ ലെവൽ റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു കാർ ഇരിക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് mg എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് mgയെ ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും ആ ഒബ്ജക്റ്റിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇനി സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ഒബ്ജക്റ്റിനെ ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കും എന്ത്? സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതായത് എത്രയാണ്? mv²/r ആണ്. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇതിനെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഒപ്പോസ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നടക്കുന്നത് സ്റ്റേഷനറി കണ്ടീഷൻ ആണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ അത്
മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആര് പോകുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നത്. അപ്പോൾ ഒരു സർക്കുലർ പാത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്, സർക്കുലർ പാത്തിലൂടെ അതിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് എത്രയാണ്, mv²/r ആണ്. ഇതിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഏത് ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എങ്ങനെയൊക്കെ എഴുതാം, അതായത് നോർമൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് mg ആണ്. അത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്, എഫ് മാക്സിമത്തിനെ ബാലൻസ് ചെയ്യുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r. അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ 2/1 ചെയ്യുക. ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, എഫ് മാക്സിമം ബൈ n = mv²/r ഡിവൈഡഡ് ബൈ mg. ഇനി നമുക്കറിയാം എഫ് മാക്സിമം ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞ μs ആണ്, ഈക്വൽ ടു mv²/r mg. ഈ എമ്മും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്, v², വെലോസിറ്റിയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് μs rg ഈക്വൽ ടു v² എന്ന് കിട്ടും, അല്ലെങ്കിൽ v ഈക്വൽ ടു എത്ര തരും, √μs rg അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സർക്കുലർ പാത്തിലൂടെ വേണ്ടുന്ന മാക്സിമം സ്പീഡ് അത് എത്രയാണ് കിട്ടുന്നത്, v ഈക്വൽ ടു √μs rg. ഇനി ഈ മ്യൂസിൻ്റെ വാല്യൂ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ആംഗിൾ ഓഫ് റിപ്പോസ് ആണെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്തായാലും v ഈക്വൽ ടു √rg ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു റിലേഷനും ഇതിന് വരും. v ഈക്വൽ ടു √rg ടാൻ തീറ്റ. അപ്പോൾ ഈ സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിമം സ്പീഡ്. എന്താണ്, ഓപ്റ്റിമം സ്പീഡ്. അപ്പോൾ ഓപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മാക്സിമം സ്പീഡ് വിത്ത് വിച്ച് എ വെഹിക്കിൾ ക്യാൻ ഹാവ് എ സേഫ് റൺ. അതായത് സർക്കുലർ പാത്തിലൂടെ ഒരു വെഹിക്കിളിന് മൂവ് ചെയ്യാൻ വേണ്ടുന്ന മാക്സിമം സ്പീഡാണ് എത്രയെന്ന് പറയുന്നത്, v ഈക്വൽ ടു √μs rg. ഇനി ഈ വെഹിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഓപ്റ്റിമം സ്പീഡിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ആ സർക്കുലർ പാത്തിലൂടെ അതിന് മൂവ് ചെയ്യാൻ വേണ്ടുന്ന നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ വരും. അതായത് ഇവിടുത്തെ ഫ്രിക്ഷന് ഈ സർക്കുലർ പാത്തിലൂടെ ഈ ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മാക്സിമം സ്പീഡ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോകും. വെഹിക്കിളിൽ എന്ത് ചെയ്യും, ആ സർക്കുലർ പാത്തിലൂടെ സ്പീഡ് ഓവറായി വന്നു, അതായത് ഇതിൻ്റെ ഓപ്റ്റിമം സ്പീഡ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ടാൻജൻറ്റിലൂടെ ഇതിങ്ങനെ തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർക്കുലർ പാത്തിലൂടെ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്, v ഈക്വൽ ടു √μs rg ആണ്, അല്ലെങ്കിൽ √rg ടാൻ തീറ്റയാണ്. ഇനി ഈ സ്പീഡിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈ ഒബ്ജക്റ്റിന് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടുന്ന നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ടാൻജൻറ്റ് വഴി, അതായത് ആ സ്പീഡ് അതിൻ്റെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ ടാൻജൻറ്റിലൂടെ എന്ത് ചെയ്യും, തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സർക്കുലർ പാത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, അതിൻ്റെ വെയിറ്റ് mg എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് വരും, നോർമൽ റിയാക്ഷൻ വരും. പിന്നെന്താ നമ്മൾ പറഞ്ഞ സർക്കുലർ പാത്തിലൂടെ അതിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അതിനെ ബാലൻസ് ചെയ്യുന്നത് ഏതാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ അവിടെ ബാലൻസിങ് കണ്ടീഷൻ എഴുതുമ്പോൾ നോർമൽ റിയാക്ഷൻ mgയെ ബാലൻസ് ചെയ്യുന്നു, സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ആരാണ്, നെസസറി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതായത് ഇവിടെ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെ തമ്മിലുള്ള ഫ്രിക്ഷന്, ആ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അവിടെ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എഫ് മാക്സിമം ബൈ n ഈക്വൽ ടു mv²r ബൈ mg എന്ന് കിട്ടും. നമുക്കറിയാം എഫ് മാക്സിമം ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂസ് ആണ്. ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, v ഈക്വൽ ടു √μs rg. ഈ സ്പീഡിനെ പറയുന്ന പേരാണ് ഓപ്റ്റിമം സ്പീഡ്. അതായത് ആ സർക്കുലർ ലെവൽ റോഡിലൂടെ ആ ഒബ്ജക്റ്റിന്
മൂവ് ചെയ്യാൻ വേണ്ടുന്ന മാക്സിമം സ്പീഡ്. ആ സ്പീഡ് കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യാതെ ആ ടാൻജൻറ്റിലൂടെ തെറിച്ചു പോകും. കാരണം എന്താണ്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ആ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യേണ്ട നെസസറി സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ പോകും. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ടാൻജൻറ്റിലൂടെ തെറിച്ചു പോകും. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് ആറ്റ് 18 km/h ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 meter without reducing the speed. The coefficient of static friction mu is equal to 0.1. Will the cyclist slip while taking the turn? അപ്പോൾ ആ സൈക്ലിസ്റ്റിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് v = 18 km/h. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 18 × 5/18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 m/s എന്ന് കിട്ടും. km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ചോദിച്ചേക്കുന്നത് എന്താണ്, അയാൾ ആ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കുലർ പാത്തിൽ നിന്ന് അയാൾ സ്ലിപ്പ് ചെയ്ത് പോകുമെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ആ സർക്കുലർ പാത്തിന് വേണ്ടുന്ന ഓപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കണം. ഓപ്റ്റിമം സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, v = √μs RG ആണ്. മ്യൂ തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് 3 meter തന്നിട്ടുണ്ട്, g നിങ്ങൾ 10 m/s² എടുത്ത് ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ, വിക്ക് ഒരു വാല്യൂ നമുക്ക് കിട്ടുമല്ലോ, ഇത്ര m/s. ആ വാല്യൂവിനേക്കാൾ കൂടുതലാണ് സൈക്ലിസ്റ്റിൻ്റെ സ്പീഡെങ്കിൽ അയാൾ എന്ത് ചെയ്യും, സ്ലിപ്പായി പോകും. ഇനി കുറവാണെങ്കിലോ അയാൾ സേഫായിട്ട് ആ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. ഇത് ചെയ്ത് നോക്കുക. അടുത്തത് കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് അല്ലെങ്കിൽ ട്രെയിൻ ഓൺ എ ബാങ്ക്ഡ് റെയിൽ. അതായത് നമുക്ക് സർക്കുലർ മോഷനിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാങ്കിങ് ഓഫ് റോഡ്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കുലർ പാത്തിന് തന്നെ 2 എഡ്ജുണ്ട്, ഔട്ടർ എഡ്ജും ഉണ്ട്, ഇന്നർ എഡ്ജും ഉണ്ട്. ഈ ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ചും കൂടെ റൈസ് ചെയ്ത് ഔട്ടർ എഡ്ജ് കൺസ്ട്രക്ട് ചെയ്യും. എങ്ങനെയാണ്, ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ചും കൂടെ ഹൈറ്റിൽ ഔട്ടർ എഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ, ഇപ്പോൾ ഇന്നർ എഡ്ജും ഔട്ടർ എഡ്ജും ഒരേ ലെവലാണെങ്കിൽ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവൽ. ഇനി ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ചുകൂടെ റൈസ് ചെയ്ത് ഔട്ടർ എഡ്ജ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവ തമ്മിൽ എന്തുണ്ട്, ഒരു ചെറിയ ഇൻക്ലിനേഷൻ വരും. ഇത് ഹൊറിസോണ്ടൽ ലെവൽ, മറ്റേതാണെങ്കിലോ ഇത് ഇന്നർ എഡ്ജ്, ഇത് ഔട്ടർ എഡ്ജ്. ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ചുകൂടെ റൈസ് ചെയ്ത് ഔട്ടർ എഡ്ജ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ആംഗിൾ കിട്ടും, തീറ്റ. നമ്മൾ ബാങ്കിങ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതായത് ഹൊറിസോണ്ടലും ബാങ്ക്ഡ് റോഡും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് എന്താ, ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ചുകൂടെ റൈസ് ചെയ്ത് ഔട്ടർ എഡ്ജ് കൺസ്ട്രക്ട് ചെയ്യും. അതിനെ നമ്മൾ എന്താണ് ബാങ്കിങ് എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, സർക്കുലർ പാത്തിലൂടെയുള്ള മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബാങ്ക്ഡ് റോഡിൽ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്, ഒരു കാറ് ഒരു ബാങ്ക്ഡ് റോഡിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവൽ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻക്ലൈൻഡ് സർഫസ്. അപ്പോൾ ഈ ബാങ്ക്ഡ് റോഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എങ്ങനെയായിരിക്കും, ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് mg എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിലും നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒബ്ജക്റ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നോർമൽ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നോർമൽ റിയാക്ഷൻ, രണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് mg. ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഈ ബാങ്ക്ഡ് റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കും, അതിൻ്റെ പാത്തിന് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് F എന്ന് പറഞ്ഞാൽ താഴേക്ക് ആണല്ലോ. അപ്പോൾ ഈ 3 ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ തന്നെ കറക്റ്റ് mgയെ ബാലൻസ് ചെയ്യുന്നുണ്ടോ, ഇല്ല. നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് പറഞ്ഞപ്പോൾ പറഞ്ഞ നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് mgയെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിളാണ് തീറ്റയെങ്കിൽ നമുക്ക് ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ n വെക്ടറിനെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. തീറ്റയുള്ള കമ്പോണൻറ്റ് n കോസ് തീറ്റയും തീറ്റ ഇല്ലാത്ത കമ്പോണൻറ്റ് n സൈൻ തീറ്റയും. ഇനി അതേപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ താഴോട്ട്, അതായത് കറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ 2ആയിട്ട് റിസോൾവ് ചെയ്യാം. തീറ്റയുള്ള കമ്പോണൻറ്റ് F കോസ് തീറ്റയും തീറ്റ ഇല്ലാത്ത കമ്പോണൻറ്റ് F സൈൻ തീറ്റയും. ഈ ഡയഗ്രാമാണ് ഇങ്ങോട്ട് മാറ്റി വരച്ചേക്കുന്നത്.
അതായത് ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ ആംഗിളാണ് തീറ്റ എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് രണ്ട് കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ. എഫ് സൈൻ തീറ്റ ഉള്ള ഡയറക്ഷനിൽ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എം ജി. ഇനി നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ഇവിടെ വരുന്നത് എൻ കോസ് തീറ്റ, മറ്റേ കമ്പോണൻ്റാണ് എൻ സൈൻ തീറ്റ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇക്വേഷൻ ബാലൻസിങ് കണ്ടീഷനിൽ ഇക്വേഷൻ എഴുതുമ്പോൾ എൻ സൈൻ തീറ്റ ഈ ടേം എഴുതുന്നത് എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. അതായത് നോർമൽ റിയാക്ഷൻ്റെ സൈൻ കമ്പോണൻറ്റും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റും കൂടെ ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്തേക്കുന്നത്? സെൻറ്ററിലേക്ക് പോയിന്റ് ചെയ്യുക. നമുക്കറിയാം സെൻറ്ററിലേക്ക് പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏത് ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു? സെൻട്രിപീറ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള നെസസറി സെൻട്രിപീറ്റ് ഓഫ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ റിയാക്ഷൻ്റെ സൈൻ കമ്പോണൻറ്റും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റും കൂടെ ചേർന്നതാണ്. അപ്പോൾ അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത ബാലൻസിങ് ഇക്വേഷൻ എങ്ങനെയാണ്? എൻ കോസ് തീറ്റ ഈക്വൽ ടു എൻ കോസ് തീറ്റ ആരാണ് ബാലൻസ് ചെയ്യുന്നത്? എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. ഇതിനെ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ സൈൻ തീറ്റ എഫ് കോസ് തീറ്റയുടെ എങ്ങോട്ടേക്ക്? സെൻറ്ററിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഏതാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്, അതായത് എം വി സ്ക്വയർഡ് ബൈ ആർ ആണ്. ഇനി എൻ കോസ് തീറ്റയെ ബാലൻസ് ചെയ്തത് എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. എന്ത് വെച്ചിട്ട്? എൻ കോസ് തീറ്റ വെച്ചിട്ട്. നമുക്ക് ഫൈനൽ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും ഓരോ ടേമിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇനി എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പുതിയ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഇക്വേഷൻ 1നെ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ ചെയ്യുമ്പോൾ എന്നും എന്നെ ക്യാൻസൽ ആയപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താകും? ടാൻ തീറ്റ ആകും. പ്ലസ് എഫ് കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ. കോസ് തീറ്റയും ക്യാൻസൽ ആവും. ബാക്കി എഫ് ബൈ എൻ. അതായത് ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഈക്വൽ ടു എം ബി സ്ക്വയർഡ് ബൈ ആർ എൻ കോസ് തീറ്റ ആണ് മൂന്നാമത്തെ പുതിയ ഇക്വേഷൻ. ഇനി ഇക്വേഷൻ 2നെ ഇതേപോലെ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടൈമിന് എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ 1 ആകും. മൈനസ് എഫ് സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ. എഫ് ബൈ എൻ എന്താണ്? മ്യൂസ് ആണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ ആണ്. ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ. ഇത് ഇക്വേഷൻ 4. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇക്വേഷൻ 3/4 ചെയ്യുക. ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടാൻ തീറ്റ പ്ലസ് ലെഫ്റ്റ് സൈഡ് ടാൻ തീറ്റ പ്ലസ് മ്യൂസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ ഈക്വൽ ടു എം ബി സ്ക്വയർഡ് ബൈ ആർ എൻ കോസ് തീറ്റ റൈറ്റ് സൈഡ്. ഇവിടെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം ജി. എൻ കോസ് തീറ്റയും പോകും. ഒരു എമ്മും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താണ്? ബി സ്ക്വയർഡ് ബൈ ആർ ജി ഉണ്ട്. നമുക്കിനി ബിയുടെ ടേമിലാണ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു ആർ ജി റൈറ്റ് സൈഡിൽ വരും. ആർ ജി ഇവിടെ ആർ ജി ഉണ്ട്. ബാക്കി ടാൻ തീറ്റ പ്ലസ് മ്യൂസ് ഡിവൈഡഡ് ബൈ ഒന്നുകൂടെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മ്യൂസ് പ്ലസ് ടാൻ തീറ്റ എന്ന് എഴുതും. മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. ഇതാണ് ബി സ്ക്വയർ ഇക്വേഷൻ. അപ്പോൾ ബി ആകുമ്പോൾ ഇക്വേഷൻ എന്താ മാറും? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. ഇതാണ് ഒരു ബാങ്ക്ഡ് റോഡിലെ മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ. എത്രയാണ്? വി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. ഇവിടെ മ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. എന്താണ്? സർക്കുലർ ലെവൽ റോഡ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് എടുക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം മ്യൂസ് ഈക്വൽ ടു എന്താണ്? 0 കൊടുത്താൽ ഇഫ് മ്യൂസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഈ ടേം 0 ആകും, ഈ ടേമും 0 ആകും. ബാക്കി എന്തേ ഉള്ളൂ? ടാൻ തീറ്റയേ ഉള്ളൂ. അപ്പോൾ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും അല്ലേ? ഇതല്ലേ നമ്മൾ സർക്കുലർ ലെവൽ റോഡിലൂടെയുള്ള ഓപ്റ്റിമൽ സ്പീഡിൻ്റെ കണ്ടീഷൻ കിട്ടിയത്.
ഇതാണ്. അതായത് ഒരു സർക്കുലർ ലെവൽ റോഡിലൂടെയുള്ള ഇക്വേഷൻ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. പിന്നെ ബാങ്ക്ഡ് റോഡിലൂടെ ആണെങ്കിൽ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക്ഡ് റോഡിലെ ഓപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത് ലെവൽ റോഡിലെ ഓപ്റ്റിമം സ്പീഡിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ്, അതായത് മ്യൂസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏത് കണ്ടീഷൻ വരുന്നത്? സർക്കുലർ ലെവൽ റോഡിലൂടെയുള്ള ഇക്വേഷൻ വരുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ബാങ്ക്ഡ് റോഡിലൂടെയുള്ള ഓപ്റ്റിമം സ്പീഡിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് സർക്കുലർ ലെവൽ റോഡിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക. രണ്ട് എസ്സേയും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിക്കണം. അപ്പോൾ ബാങ്ക്ഡ് റോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നർ എഡ്ജിനേക്കാൾ റൈസ് ചെയ്ത് ഔട്ടർ എഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിൽ വരുമ്പോൾ ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതുക. നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സിനും അതിൻ്റെ കമ്പോണൻസ് വരും. കമ്പോണൻസിനെ ബാലൻസ് ചെയ്ത് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടും. അതിൽ ഓരോ ഇക്വേഷനും നമ്മൾ n cos θ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഇക്വേഷൻ 3ഉം 4ഉം കിട്ടും. ഇക്വേഷൻ 3ഉം 4ഉം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ v ഈക്വൽ ടു എന്തെന്ന് കിട്ടും? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നത്.